പാലക്കാട് പിരായിരി പഞ്ചായത്തിലാണ് ബി.ജെ.പി. വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ആരോപണം. സാരി നൽകുന്ന ചിത്രങ്ങളാണ് പുറത്തുവരുന്നത്. സാരി ഷാരിഖ് നവാസ് അല്ല, അത് തന്നെയാണ് NMR റസാഖ് അല്പസമയം മുൻപ് ആരോപിച്ചത്. സാരി നൽകുന്നതൊക്കെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷാരിഖ് നവാസ് ചേരുകയാണ് പാലക്കാട് നിന്ന്. ഷാരിഖ്, ഇതിപ്പോൾ LDF സ്ഥാനാർത്ഥി ഉന്നയിച്ച ആരോപണത്തിന് തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നു. ഇതാരാണ് ഈ ഫോട്ടോ സഹിതം ഈ സാരി നൽകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്? എന്താണ് പരാതി? പ്രവിത, ഹാഷ്മി കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ സാരി നൽകുന്നത്. അതായത് കല്ലേക്കാട്, പിരായിരി പഞ്ചായത്തിലെ കല്ലേക്കാട് മേഖലകളിൽ വ്യാപകമായി വോട്ടർമാരെ നേരിൽ കണ്ട് BJPയുടെ NDAയുടെ പ്രവർത്തകർ, അതായത് വനിതകളായ പ്രവർത്തകർ സാരി നൽകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ എൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അല്പം സമയം മുൻപ് ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതേപോലെ തന്നെ പണത്തിനുൾപ്പെടെ സാരിയും പണത്തിനൊപ്പം നൽകിയിരുന്നു. കാരണം കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ പണത്തിനൊപ്പം സാരിയും നൽകിയിരുന്നത് അത് കോൺഗ്രസ് പ്രവർത്തകർ, അതുപോലെ തന്നെ നേരത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. പണത്തിനൊപ്പം സാരിയും നൽകുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായി പണവും അതുപോലെ തന്നെ സാരി ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് BJP വോട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം നൽകിയതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി BJP നടത്തിയ ഇത്തരം പണം കൊടുക്കലും മറ്റ് സാരി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊടുക്കലുമൊക്കെ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഓരോ ഉദ്യോഗസ്ഥന്മാരോടും ഫ്ലൈയിങ് സ്ക്വാഡിനുൾപ്പെടെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഇതിനെക്കുറിച്ചുള്ള പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊടുക്കാൻ ആവശ്യമായ തെളിവ് കിട്ടിയത് ഇന്നാണ്. ആ തെളിവ് വെച്ച് റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ, അതേപോലെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇവർക്കെല്ലാം ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ഇവർക്ക് പരാതി ഇന്ന് നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP പണം ഒഴുക്കുക മാത്രമല്ല, ഇത്രയധികം പണം ചെലവ് ചെയ്തൊരു തെരഞ്ഞെടുപ്പ് സമീപകാലത്തായിട്ടുണ്ടായിട്ടില്ല. പാലക്കാട് ബൈ ഇലക്ഷനിൽ ചെയ്ത പ്രവൃത്തിയേക്കാൾ ഏറെ വ്യാപകമായി പണം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സ്ഥാനാർത്ഥി ഇത്ര മോശമായി ആളുകളോട്, പ്രവർത്തകരോട് പെരുമാറുന്നതും ഞങ്ങൾ ആദ്യമായി കാണണം. കരണക്കുറ്റിക്ക് അടിക്കുന്നൊക്കെ ഒരു സ്ഥാനാർത്ഥി, ഒരു കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും ആരോടാണെങ്കിലും അങ്ങനെ പറയുന്നതൊക്കെ നീചമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ കഴിയും. ഏതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ പണവും സാരിയും നൽകിയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ചിത്രങ്ങളാണ്, തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പിരായിരി പഞ്ചായത്തിലെ കല്ലേക്കാട് പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സാരി BJPയുടെ വനിതാ പ്രവർത്തകർ എത്തിയാണ് നൽകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മുൻപ് പരാതി കൊടുത്തിരുന്നു. അത് അവരെന്തെങ്കിലും ഇത്തരത്തിൽ പരിശോധനയെങ്കിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു? ഞങ്ങൾ പരാതി കൊടുത്തു. അവർ പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പരിശോധിക്കാൻ സാധ്യത കുറവായിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്. കാരണം പരിശോധിച്ചെങ്കിൽ ഇത് ആവർത്തിക്കില്ലല്ലോ. കല്ലേക്കാട് ഭാഗത്ത് കൊടുത്തതിൻ്റെ വിഷ്വൽസും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. മാത്തൂർ കൊടുത്തതിൻ്റെ വിഷ്വൽസും ഇപ്പോൾ പുറത്ത് വരും. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇവർ കൊടുത്തതിൻ്റെ വിഷ്വൽസ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഞങ്ങളെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിക്കുന്നത് ഞങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. KPCCയിലെ ഉയർന്ന KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകുമായിരുന്നു. ഷാരിഖ്, ഇത് പണത്തിനൊപ്പം സാരി എന്നുള്ളതാണോ അതോ ചില മേഖലകളിൽ സാരി ചില മേഖലകളിൽ പണമാണോ എന്ന കാര്യം അറിയില്ല. എന്തായാലും പാലക്കാട് BJPക്ക് നേരത്തെ തൃശ്ശൂരിൽ വോട്ടിന് കിറ്റ് എന്നൊരു ആരോപണം ഉയർത്തിയിരുന്നു. അവിടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. TN പ്രതാപനടക്കം വന്ന ദേവനൊക്കെ കൂക്കി വിളിച്ച ആ പ്രചരണമൊക്കെ നമ്മൾ കണ്ടത്, ആ പ്രശ്നം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം പാലക്കാടാണ് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നതിന് തലേ ദിവസം ഒരു ചേച്ചിക്ക്, ദേവു എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് കൊണ്ട് പണം കൊടുക്കുന്നത്, മറ്റു മേഖലകളിൽ സാരികൾ വിതരണം ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇനി അറിയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഇതിലൊരു കാര്യക്ഷമമായ അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ്. അതുണ്ടാവില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും CPM നേതാക്കൾ പറയുന്നത്. കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.